ഓൺലി ഓക്കെ നമുക്ക് ഏതൊക്കെ റൂട്ട്സിലാണ് ഡിഫൈൻ ആയിട്ട് റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വരാൻ പാടില്ല. സോ നോൺ നെഗറ്റീവ് റിയൽസ് വാല്യൂ ഓഫ് ഇവൻ റൂട്ട് എപ്പോഴും പോസിറ്റീവ് അല്ല. ഇവൻ റൂട്ടായി ഏത് റേസ്റ്റ് 4 റേസ്റ്റ് 2 റേസ്റ്റ് 6 എപ്പോഴും പോസിറ്റീവ് വരാൻ ഓഡ് റൂട്ട് ഓഫ് ഓൾ റിയൽ നമ്പർ ഡിഫൈൻഡ് ആണ് അല്ലേ. നമുക്ക് -1/3 ഇത് ഡിഫൈൻഡ് ആണ്. പക്ഷേ റൂട്ടിൻ്റെ കേസ് ആകുമ്പോൾ നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. ദ വാല്യൂ ഓഫ് ഓഡ് റൂട്ട് ഓഫ് എനി റിയൽ നമ്പർ അല്ലേ. ഓഡ് റൂട്ട് ഏത് വേണേ ആവുക, ഒന്നെങ്കിൽ പോസിറ്റീവ് ആവുക, നെഗറ്റീവ് ആവുക, അല്ലെങ്കിൽ സീറോ ആവുക. സീറോൻ്റെ ഏത് റൂട്ട് എടുത്താലും സീറോ തന്നെയല്ലേ. അത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡിങ് അപ്പോൺ ദ നമ്പറാണ് അതിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് ഡിപ്പെൻഡ് ചെയ്യാൻ. ഇനി ഇത് ഇസ് ഡിഫൈൻ ഓൺലി എഫ് ഗ്രേറ്റർ ദാൻ 0 അല്ലേ. എക്സിൻ്റെ ഉള്ളിൽ ഇവൻ റൂട്ട് ആണെങ്കിൽ എക്സിൻ്റെ ഗ്രേറ്റർ ദാൻ ഓർ ടു 0 ആയിരിക്കണം, പോസിറ്റീവ് ആവണം. ഇതാണെങ്കിലോ ഇത് എപ്പോഴും ഡിഫൈൻഡ് ഫോർ ഓൾ റിയൽ നമ്പേഴ്സ്. ഇതാണെങ്കിലോ x-1 ഇത് ഇവൻ റൂട്ടാണ്. അപ്പോൾ ഇവൻ റൂട്ടിൻ്റെ എപ്പോഴും വാല്യൂ എന്താണ്, പോസിറ്റീവ് വരും. അതുകൊണ്ട് നമ്മൾ x-1ൻ്റെ മോഡ് എടുക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി അഥവാ x<1 ആണെങ്കിൽ x<1 ആണെങ്കിൽ x-1 മോഡ് തന്നെ എന്തായാലും പുറത്തോട്ടേക്ക് വരാം. അപ്പോൾ x<1 ആണെങ്കിൽ ഈ സാധനത്തിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ അത് ഒരു നെഗറ്റീവോട് എക്സ്ട്രാ ആണ്, ഒരു നേരം 1 - x എന്ന രീതിയിൽ വരും. ഓക്കെ, ഇതാണെങ്കിലോ ഇതും ഈവൻ റൂട്ട് സ്ക്വയർ. അപ്പോൾ ഇതിങ്ങനെ പുറത്തോട്ടേക്ക് വരാം, മോഡ് 2x-3 എന്ന രീതിയിലാണ് വരാൻ. എന്നിട്ട് അഥവാ 3/2 ചെറുതാണെങ്കിൽ x 3/2 ചെറുതാണെങ്കിൽ ഈ കംപ്ലീറ്റ് വാല്യൂ നെഗറ്റീവ് ആണ്. അപ്പം പുറത്തോട്ടേക്ക് വരുമ്പോൾ എക്സ്റ്റേണൽ നെഗറ്റീവ് ആയിട്ട് വരാൻ. ബിക്കോസ് മോഡിനുള്ള വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ പുറത്തോട്ടേക്ക് വരുമ്പോൾ നെഗറ്റീവ് ആയിട്ട് വരും. മോഡിനുള്ള വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ പുറത്തോട്ടേക്ക് വരുമ്പോൾ അത് അതേപോലെ തന്നെ വരും. ഓക്കെ, ഇനി ഇതാണെങ്കിൽ ഇത് ഓഡ് റൂട്ടാണ്. ഓഡ് റൂട്ട് വരുന്ന സമയത്ത് കുഴപ്പമില്ല, അത് അങ്ങനെ തന്നെ വരും. പുറത്തോട്ടേക്ക് ഇത് രണ്ട് ക്യാൻസൽ ആയിട്ട് സ്വാഭാവികമായിട്ട് നോർമലായിട്ട് വരും. ഇനിയോ പവർ ഓഫ് എനി നമ്പർ. ഓക്കെ, ഒരു പോസിറ്റീവ് നമ്പറിൻ്റെ പവർ ഏത് നമ്പർ ആയിരിക്കും. ഒരു പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ അയാളുടെ പവർ ഏത് നെഗറ്റീവ് ആണെങ്കിൽ ഏത് നമ്പർ ആണെങ്കിൽ അത് എപ്പോഴും ഒരു പോസിറ്റീവ് ആയിരിക്കും. ശരി, അടുത്തത് ഇതിൻ്റെ a⁻²n അത് എപ്പോഴും ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണ് അല്ലേ, സ്വാഭാവികമായിട്ട്. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് മീഡിയംസ് ഓഫ് ദ ട്രയാങ്കിൾ ഈസ് കോൾഡ് എന്താണ്, നമ്മുടെ സെൻട്രോയിഡ് ആണ്. പിന്നെ എന്താണ്, ഇറ്റ് ഡിവൈഡ്സ് റീഷ്യൻ ഈച്ച് മീഡിയൻ അല്ലേ. ഇപ്പം ഒരു ട്രയാങ്കിൾ ഉണ്ട്, ആ ട്രയാങ്കിളിൻ്റെ ഒരു മീഡിയൻ ഉണ്ട് വിചാരിച്ചോ. ഓക്കെ, അപ്പുറത്തെ സൈഡിൻ്റെ വേറൊരു മീഡിയൻ ഉണ്ട് വിചാരിച്ചോ. ഓക്കെ, ആ മീഡിയന് ഈ പറഞ്ഞ ആദ്യത്തെ മീഡിയനെ 2:1 റേഷ്യോയിലാണ് ഭാഗിക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സെൻറ്റർ ഓഫ് ദി സർക്കം സെൻറ്റർ നമ്മൾ വിളിക്കുക സർക്കം സെൻറ്റർ എന്ന് വിളിക്കും. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓൾട്ടിറ്റ്യൂഡ് ഓർത്തോ സെൻറ്റർ ആണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇത് ഈ ഒരു ഇക്വേഷൻ, ഇത് ആർക്കും അറിയാത്ത ഇക്വേഷൻ. ഏരിയ ഓഫ് ഈക്വൽ ട്രയാങ്കിൾ √3/4 × സൈഡ് സ്ക്വയർ. അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത് നോക്കില്ല അല്ലേ. ഒരു ഈക്വൽ ട്രയാങ്കിൾ സർക്കിളിൻ്റെ ഉള്ളിലാണെങ്കിൽ നമ്മൾ ട്രിഗണോമെട്രി ചെയ്യാം, ട്രിഗണോമെട്രി സുഖമായിട്ട് ചെയ്യാം. ഇനി x+1/x ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 വെൻ x പോസിറ്റീവ്. ഇതാണ് നമുക്ക് കഴിഞ്ഞ വർഷം പഠിച്ച ഡയമണ്ട് പോയിന്റ്സ് ആണ്, യാद रखना. മോഡുലസിൻ്റെ ആണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. മോഡുലസിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് ആണെങ്കിൽ പുറത്തോട്ടേക്ക് അതേപോലെ തന്നെ വരും. മോഡുലസിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് ആണെങ്കിൽ അത് ഒരു എക്സ്റ്റേണൽ നെഗറ്റീവോടെ പുറത്തോട്ടേക്ക് വരും. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ അതായത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ കീട്ടിക്കുകയാണ്. ശരി, അപ്പോൾ നമുക്കൊരു കാര്യം അറിയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് അറിയണം. അപ്പോൾ രണ്ട് മെത്തേഡ്സ് ഉണ്ട് സ്വാഭാവികമായിട്ടും. ഫസ്റ്റ് മെത്തേഡ് നോക്കുക, പി അല്ല ഞാനിപ്പോൾ പറയാണ്, a+b² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a-b² പ്ലസ് 4ab എന്ന് പറയുന്നതിന് കുഴപ്പമില്ലല്ലോ. ബിക്കോസ് a-b² a² പ്ലസ് b² -2ab ഉണ്ട്. ഓക്കെ, ആ -2ab പ്ലസ് 4ab കഴിഞ്ഞാൽ -2ab പ്ലസ് 4ab 2ab വരും. അത് തന്നെ ഇവിടെയും വരെ a² പ്ലസ് b² പ്ലസ് 2ab. സോ ഇത് കറക്റ്റായിട്ടൊരു ഇങ്ങനെ എഴുതാം. ശരി, ഇവിടെ നമ്മൾ എക്ക് എന്ത് കൊടുക്കും, p² എന്ന് കൊടുക്കും. ബിക്ക് എന്ത് കൊടുക്കും, q² എന്ന് കൊടുക്കും. അപ്പോൾ നമുക്ക് ഇവിടെ വരും p² പ്ലസ് q² റൈറ്റ്. സോ p² പ്ലസ് q² ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു p² - q². p² - q² വാല്യൂ അറിയാം, p² പ്ലസ് q² അറിയേണ്ടതാണ്. പ്ലസ് 4ab ഇവിടുന്ന് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ a² p എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഇപ്പോൾ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് p² ആണ് റൈറ്റ്. a എന്ന് പറഞ്ഞാൽ p², b എന്ന് പറഞ്ഞാൽ q². സോ ഇതിന് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടാൻ 9. സോ 9 അതൊന്ന് കിട്ടി. ശരി, p² പ്ലസ് q² വാല്യൂ ആണ് വേണ്ടത്. ഇതിൻ്റെ വാല്യൂ നമുക്കറിയാം, എത്രയായിരുന്നു, അത് 4 ആയിരുന്നു. സോ ഈ പറഞ്ഞ സാധനം p² പ്ലസ് q² ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇതിൻ്റെ വാല്യൂ എത്രയായിരുന്നു 4. അത് ഇവിടുന്ന് കണ്ട് കിട്ടുമല്ലോ, പ്ലസ് 4 പ്ലസ് 9. സോ അത് എത്ര കിട്ടാം, ഇവിടെ ഒരു സ്ക്വയറും കൊണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ 4 അല്ല വരാം, ഇവിടെ 16 വരാം. 16 പ്ലസ് 9 ആണ് വരാം. അങ്ങനെ വരും p² പ്ലസ് q² ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 25. സോ p² പ്ലസ് q² ഇസ് ഈക്വൽ ടു 5 പ്ലസ് ഓർ മൈനസ് 5. പക്ഷേ p² പ്ലസ് q² ഇസ് ഈക്വൽ ടു -5 എന്ന് പറയാൻ പറ്റുമോ, ഇല്ല. ബിക്കോസ് p² പ്ലസ് q² രണ്ടുപേരും പോസിറ്റീവ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു നെഗറ്റീവ് വരില്ല. സോ ഓൺലി 5 ഈസ് ആക്ച്വലി ആൻസർ. -5 ഈസ് ആക്ച്വലി റിജക്റ്റഡ്. അപ്പോൾ മെത്തേഡ് 2 എന്ന് പറയാം. ഇത് ഈ ഒരു മെത്തേഡ് ഇപ്പോൾ ഈ ഒരു ഐഡൻറ്റിറ്റി എഴുതുന്ന കിട്ടി നല്ല ഡൗട്ട് ഉണ്ടാവും. അതെന്ന് വെച്ചാൽ ഇതുപോലത്തെ കുറേ സാധനങ്ങൾ p² അല്ലെങ്കിൽ q². അപ്പോൾ നമ്മൾ വായിക്കണം, ഓക്കെ, a+b ഹോൾ സ്ക്വയറും അതേപോലെ a-b ഹോൾ സ്ക്വയറിൻ്റെ രണ്ടിൻ്റെയും ഒരു ഉപയോഗം ഇതിനകത്തേക്ക് വരണം. ബിക്കോസ് എന്നേരം നമുക്കിപ്പോൾ എനെ നമുക്ക് p² എന്ന രീതിയിലൊക്കെ മാറ്റാം. എക്സ്പീരിയൻസിലൂടെയാണ് നമുക്കിത് വരാൻ ഈ ഒരു മെത്തേഡ്.
അടുത്ത മെത്തേഡാണ് ഈ ഒരു ടേം പി സ്ക്വയർ അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം പി മൈനസ് ക്യൂ ഇൻറ്റു പി പ്ലസ് ക്യൂ എന്ന് എഴുതുന്ന തിരക്കടില്ല റൈറ്റ് ഇസിക്വൽ ടു 4 സ്ക്വയർ ചെയ്യാം. അപ്പോൾ ഇതിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്ക്വയർ 16 ആവും റൈറ്റ്. അപ്പം പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ മൈനസ് 2pq പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq ഇസിക്വൽ ടു 16. ഓക്കെ, അപ്പോൾ ഈ ടേമിനെ ഞാൻ എ എന്ന് വിളിക്കാം, ഈ ടേമിനെ ബി എന്ന് വിളിക്കുകയാണ്. 2pqനെ അപ്പോൾ ഓക്കെ എ പ്ലസ് ബി ഇതാ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് വെച്ചാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സോ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഹോൾ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇത്. സോ അത് ഇത്ര 4 പി സ്ക്വയർ ക്യൂ സ്ക്വയർ ഇസിക്വൽ ടു അത് 16 തന്നെ, ജസ്റ്റ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഇതേ ഇത് ബി. സോ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ റൈറ്റ്. സോ പി സ്ക്വയർ ഇതാണ് കണ്ടെത്താൻ പറയുന്നത്. ഇതിൻ്റെ വാല്യൂ നമുക്കറിയാം എത്ര, ഇതിൻ്റെ സ്ക്വയർ അത് 9 ആണ്. സോ ഇത് തൽക്കാലം എക്സ് സ്ക്വയർ എന്ന് വിളിക്കുകയാണ്, അതിന് നമുക്ക് കണ്ടെത്താൻ പറയുന്നത് 9 ഇസിക്വൽ ടു 16. സോ എക്സ് സ്ക്വയർ ഇസിക്വൽ ടു 16 പ്ലസ് 9. സോ എക്സ് ഇസിക്വൽ ടു പ്ലസ് ഓർ മൈനസ് 5, ബട്ട് ഒരിക്കലും 5 പ്ലസ് മൈനസ് ആവില്ല. സോ പ്ലസ് 5 ദി ആൻസർ അഗൈൻ. മെത്തേഡ് 2 ഈസ് ഓൾസോ. അടുത്ത ഇതിനെങ്ങനെ ചെയ്യാം അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇത് സൈമൺസ് ഫാക്ടറിങ് ആയിരിക്കും, ഇൻ്റഗ്രൽ സൊല്യൂഷൻ കണ്ടെത്താനാണ്. സോ ഞാൻ ചെയ്യും എക്സ് വൈ പ്ലസ് ഒരു ബെറ്റർ വൈയിൽ പറയുകയാണെങ്കിൽ ആദ്യം വൈയിൽ എഴുതുന്നതാണ് ബെറ്റർ. ഓക്കെ, അപ്പോൾ ഞാനത് എങ്ങനെ എഴുതിയിട്ടുണ്ട്, ജസ്റ്റ് ഈക്വേഷൻ ഇങ്ങനെ എഴുതി ഇസിക്വൽ ടു 0 റൈറ്റ്. എന്നിട്ടോ വൈ പ്ലസ് ഇവിടെ എന്താ കോമൺ ആയിട്ടുള്ളത്, ഒരു ടേം ഒരൊന്നുമില്ല, മറ്റേ ടേമിൽ 2 കോമൺ. ഇവിടെ സൈമൺസ് ഫാക്ടറിങ് ഉപയോഗിക്കും. ഇവിടെ നമുക്ക് എക്സ് കോമൺ ആണ്. സോ ഐ തിങ്ക് എക്സ് കോമൺ എടുക്കാം. എന്നിട്ടോ വൈ -2 എന്ന രീതിയിൽ വരും ഇസിക്വൽ ടു 0. അപ്പോൾ ഇവിടെ ഒരു -2 ആ രീതിയിൽ ക്രിയേറ്റ് ചെയ്യണം. സോ ഇവിടെ ഒരു എക്സ്റ്റേണൽ -2 കൊടുക്കും. അന്നേരം ഇവിടെ നമുക്ക് കോമൺ എടുക്കാം. അപ്പോൾ ഇവിടെ ഒരു -2 കൊടുക്കാം, ലെഫ്റ്റിലും റൈറ്റും കൊടുക്കണമല്ലോ. എന്നിട്ട് വൈ -2 കോമൺ എടുക്കാം. -2 കോമൺ എടുത്തു കഴിഞ്ഞാൽ അവിടെ 1 പ്ലസ് എക്സ് വരും ഈസിക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, വൈയും എക്സും എല്ലാം ഇൻറ്റീജേഴ്സാണ്. അങ്ങനെ ആകുമ്പോൾ ഇൻറ്റീജേഴ്സിൻ്റെ ഒപ്പം എന്തെങ്കിലും വേറൊരു ഇൻറ്റീജർ ആഡ് ഡെഫിനറ്റ് ഇൻറ്റീജർ. അപ്പോൾ ഇവരൊരു ഇൻറ്റീജർ ഇവനൊരു ഇൻറ്റീജർ, 2 ഇൻറ്റീജർ കൂട്ടിയിട്ട് എന്താ കിട്ടുക -2 ആണെങ്കിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഐദർ ഈ ഇൻറ്റീജർ 1 ആവാം, ഇയാൾ -2 ആവാം, ഇയാൾ -1 ആവാം, ഇയാൾ 2 ആവാം, അല്ലെങ്കിൽ ഇയാൾ -2 ആവാം, ഇയാൾ 1 ആവാം, അല്ലെങ്കിൽ ഇയാൾ 2 ആവാം, ഇയാൾ -1 ആവാം. അപ്പോൾ ഓരോ കേസസിലും y -2 ഇതാവും ഇതാവും ആ രീതിയിൽ നമുക്ക് ഓരോന്നിനും വൈയുടെയും എക്സിൻ്റെ വാല്യൂസ് അങ്ങനെ കണ്ടെത്താം. അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ വെറുതെ സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ. ഇനി ക്വസ്റ്റ്യൻ നോക്കുക, ഇതിൻ്റെ അകത്ത് ആര് ഏറ്റവും വലുത് കണ്ടെത്താം. അപ്പോൾ നമ്മളൊരു ഇതുപോലത്തെ പവേഴ്സിൻ്റെ കാര്യം ചിന്തിച്ചെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ബേസ് വെച്ചിട്ട് 2 നമ്പേഴ്സിനെ നോക്കാം. ഫോർ എക്സാമ്പിൾ ആണ് 2 ക്യൂബ് 2 സ്ക്വയർ. ഇതിൻ്റെ ആരെ വലുത്, പവേഴ്സ് ഡിഫറെൻ്റ് ആണ് ബേസ് വെച്ചിട്ട്, ഐ മീൻ പവേഴ്സ് ഡിഫറെൻ്റ് ആണ് ബേസ് സെയിം ആണ്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ഏറ്റവും കൂടുതൽ പവർ ഉള്ളവനാണ് കൂടുതൽ വലുത് റൈറ്റ്. അപ്പോൾ ഇയാളൊരു വലുത് ശരിയാണ്. പക്ഷേ ഇനിയിപ്പം പവർ സെയിം ആണ് വരച്ചോ, പവർ സെയിം ആണോ വെച്ച് ഇതാ 9 സ്ക്വയർ ഗ്രേറ്റർ ദാൻ 2 സ്ക്വയർ പവർ സെയിം ആണ്. അപ്പോൾ ഇവിടെ ബേസ് നോക്കിയിട്ടാണ് ബേസ് വെച്ചിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഡെഫിനറ്റ്ലി ബേസ് സെയിം ആക്കാൻ ഒരു വകുപ്പില്ല, എല്ലാം ഡിഫറെൻറ്റ് നമ്പേഴ്സ് അങ്ങനെ ബേസ് സെയിം ആക്കാം. പക്ഷേ പവർ വേണമെങ്കിൽ സെയിം ആക്കാം. ബിക്കോസ് 2ൻ്റെയും 3ൻ്റെയും 6ൻ്റെയും 8ൻ്റെയും ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്നാൽ 24 ശരി. അപ്പോൾ എനിക്ക് 2^1/2 എങ്ങനെ എഴുതാം, 2^12/24 എന്ന് എഴുതാം. അതിനാണ് 1/2 കട്ടായിട്ട്. പിന്നെ 3^1/3 8/24 എന്ന് എഴുതാം. ഇതിനെങ്ങനെ എഴുതാം, 6/6 അല്ല 4/24 എന്ന് എഴുതിക്കൂടെ. കട്ടാക്കി കഴിഞ്ഞാൽ 1/6 ആവേ. 8/3/24 എന്ന് എഴുതിക്കൂടെ, ശരിയാണ്. എന്നിട്ട് ഇതിനെ ഒന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ എങ്ങനെയാണ്, 2^12 1/24 ഉള്ളിൽ മൾട്ടിപ്ലൈ ലോ ഓഫ് എക്സ്പ്ലോൺസേ. അതേപോലെ ഇവിടെയും കിട്ടും. എന്താണ് 3^8 1/24 6^4 1/24 8^3 1/24. ഓക്കെ, അതിനകത്ത് ആരെ ഡെഫിനറ്റ്ലി വലുത് 2^12 ആണല്ലോ. ബാക്കി പവേഴ്സ് എല്ലാം ഇപ്പോൾ സെയിം 1/1/24 ആണ്. 2^12 ആണ് ഏറ്റവും വലുത്. അത് കഴിഞ്ഞിട്ട് 3^8 ആണ് ഏറ്റവും വലുത്. സോ എക്സ് ആണ് ഏറ്റവും വലുത്. പിന്നെയാണ് വൈ വരുന്നത് W വരുന്നത്. ഇനി ഈ ഒരു ഗോൾഡൻ പോയിൻ്റ് ആണ്. ഈ ഗോൾഡൻ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പറയുന്നത് ഈ ഒരു ടേം ഉണ്ട് A² + B² + C² - AB - BC - CA. ഇത് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു കംപ്ലീറ്റ് ടേമിനോട് 2/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. വ്യത്യാസമില്ലല്ലോ, 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ഈ ഒരു 2 ഞാൻ ഉള്ളോട്ടേക്ക് കൊടുക്കും, 1/2 ഒരു 2 ഉള്ളോട്ടേക്ക് കൊടുക്കും. അപ്പം 2A² പ്ലസ് ഇതാ ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലോ, 2A² + 2B² പ്ലസ് ഈ സാധനം കിട്ടിയിട്ടുണ്ട്. ശരി, അപ്പോൾ ഉള്ളിൽ 1/2 ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ A² മാറ്റും. എന്നിട്ടോ A² അങ്ങനെ എഴുതും, ഒരു A² അങ്ങനെ എഴുതും. പിന്നെ 2AB അവിടെ കിടക്കട്ടെ. ശരി, പ്ലസ് ഒരു B² എടുത്ത് ശരി അത് നന്നാക്കി
ബാക്കിയുള്ള എ സ്ക്വയറും ബാക്കിയുള്ള ബി സ്ക്വയർ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അടുത്തത് ഒരു സി സ്ക്വയറിനടുത്ത് -2CA എടുത്ത് ശരി, പ്ലസ് നേരത്തെ ഉള്ള 2 A സ്ക്വയറിന് ഒരു A സ്ക്വയർ ഇവിടെ വെച്ച് നോക്കി ഞാൻ സ്ക്വയർ ക്രിയേറ്റ് ചെയ്ത് നോക്കി കറക്റ്റ് സ്ക്വയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒരു ബി സിയുടെ കുറവും കൂടി ഉണ്ടല്ലേ. അതെ, ബാക്കി ഒരു ബി സ്ക്വയറും കൂടി ഉണ്ട്. അപ്പോൾ ആ ബി സ്ക്വയർ, കാരണം 2 ബി സ്ക്വയർ ഉണ്ട്, ഒരു ബി സ്ക്വയർ ആയിട്ടുള്ളൂ. ബാക്കി ഒരു ബി സ്ക്വയർ -2BC. ഞാനിപ്പോൾ ഒരു സി സ്ക്വയർ എടുത്ത് 2 സി സ്ക്വയർ ഉണ്ട്, പ്ലസ് സി സ്ക്വയർ. ഓഹോ, കൊള്ളാലേ സാധനം. ഇനി നോക്കിക്കോ, ½ A - B ഹോൾ സ്ക്വയർ, ഓക്കെ, പ്ലസ് C - A ഹോൾ സ്ക്വയർ, ഓക്കെ, പ്ലസ് B - C ഹോൾ സ്ക്വയർ എഗെയിൻ ചിക്കെ. ഓക്കെ, എൽ സ്ക്വയർ സ്ക്വയർസ് എല്ലാം ആഡ് ചെയ്താൽ ഡെഫിനറ്റ്ലി അതൊരു ഗ്രേറ്റർ ദാൻ 0 വലിയൊരു നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ 0 ആയിരിക്കും. അത്രയല്ലേ ആവുള്ളൂ. അപ്പോൾ ഇയാൾ എപ്പോഴാണ് 0 വന്നത്? 0 വന്നിട്ടുണ്ടെങ്കിൽ A = B ആവണം, ആൻഡ് B = C, A = B = C, ഇങ്ങനെ ആവണം. അപ്പോഴാണ് 0 ആവുള്ളൂ. അപ്പോൾ 0 ആവുന്ന കേസ് ഈ പറഞ്ഞ ടേം 0 ആവണമെങ്കിൽ A = B = C ആവണം. അത്രയേ ഉള്ളൂ. അത് ഞാൻ പ്രൂവ് ചെയ്തു. നമ്മുടെ കയ്യിൽ കുറേ വേരിയബിൾസ് ആണെന്ന് വിചാരിച്ചു. കുറേ വേരിയബിൾസുള്ള ഇക്വേഷൻസ് വന്നു കഴിഞ്ഞാൽ ഇതിന് 2 മെത്തേഡ് ഉണ്ട്. ഒന്ന്, നമുക്ക് നമ്മളെ പെർഫെക്റ്റ് സ്ക്വയർ ക്രിയേറ്റ് ചെയ്യാം, പെർഫെക്റ്റ് സ്ക്വയർസ് ക്രിയേറ്റ് ചെയ്യാം. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞ നമ്മൾ ഗോൾഡൻ പോയിന്റ് യൂട്ടിലൈസ് A² + B² + C² is -AB - BC - EA = ഗ്രേറ്റർ ദാൻ ഇക്വൽ ടു 0 എന്നുള്ള ആ ഒരു പോയിന്റ് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ആ 2 പോയിന്റ്സ് ഉപയോഗിച്ചാൽ അധികം 99.9% നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു ടോപ്പിക്ക്. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 9A² B². ശരി, ഓക്കെ. എന്താണ് നടത്താൻ പറയുന്നത്? A⁻B ശരിയാണ്. ഇവർ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നോക്കി 9 3A², അപ്പോൾ നമ്മൾ A² ആയി. ഓക്കെ, 4B², നമ്മുടെ മറ്റേ B² ആയി, മറ്റേ ഇക്വേഷൻ. അപ്പോൾ ഇപ്പം പറഞ്ഞ ഇക്വേഷൻ അല്ലേ ഗോൾഡൻ പോയിന്റ്. 25 എങ്ങനെ എഴുതാം? 5C² ആയി. ഓക്കെ, AB -AB റൈറ്റ്, 12AB. എല്ലാം കറക്റ്റ് ആവുന്നുണ്ട്, മൈനസ് ആ ഒരു ഫോർമാറ്റിലാവുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇവിടെ എന്താണ് 0 ആയിട്ട് ഇക്വേറ്റ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം 3A = 4B = 5C എന്ന രീതിയിൽ എഴുതാം. അതിൻ്റെ റേഷ്യോ ആണ് നടത്തുന്നത്, A:B. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഇതിനെ ലാംഡ ആയിട്ട് വിളിക്കാമല്ലോ. കംപ്ലീറ്റ് പറഞ്ഞ ഇതെല്ലാം ഈക്വൽ ആണ്, ഒരു ലാംഡ ആയിട്ട് പറയാം. അങ്ങനെ ആകുമ്പോൾ A = λ/3 എന്ന് പറയാം, B = λ/4, C = λ/5 എന്ന് പറയാമല്ലോ. ഇതൊന്നും തന്നെ പറയാം. ശരി, അപ്പം A:B:C റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ λ/4 λ/3 λ/5. ദാറ്റ് മീൻസ് 1/4 1/3 1/5, റൈറ്റ്? പക്ഷെ നമുക്ക് ഈ ഒരു ഫ്രാക്ഷൻസിനാണ് റേഷ്യോ ക്വസ്റ്റ്യൻ നമുക്ക് ഓപ്ഷൻസിൽ ഗിവൺ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ കൊണ്ട് കംപ്ലീറ്റ് ഈ പറഞ്ഞ എല്ലാ റേഷ്യോസിനും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യാസം വരുന്നില്ല അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇതിൻ്റെ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്ലൈ ചെയ്താൽ 60 കൊണ്ട് കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്ത്, അല്ലെങ്കിൽ 60 ഏറ്റവും ലോ ഏതെങ്കിലും കോമൺ മൾട്ടിപ്ലൈ ചെയ്യാൻ മതി കേട്ടോ. പക്ഷേ റേഷ്യോയിൽ ഏറ്റവും ലോവസ്റ്റ് റേഷ്യോ ആണ് ഉണ്ടാവുക അല്ലേ, വാല്യൂ, അതുകൊണ്ടാണ്. സോ 60 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കേട്ടാ? ഇതിലൊരു ചെറിയ പിഴവ് പറ്റിയിട്ടുണ്ട്. ഇവിടെ അങ്ങോട്ടും തലയിരിക്കേണ്ടി വരും. ഇവിടെ 3ഉം ഇവിടെ 4 ആണ്, ഇവിടെ 3ഉം ഇവിടെ 4 എന്നാണ്. അപ്പം റേഷ്യോ ആക്ച്വലി ഇതാ കേട്ടോ, 60 കൊണ്ടെല്ലാം മൾട്ടിപ്ലൈ അത് തരും. ഈ ക്വസ്റ്റ്യൻ ഒരു ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് 2x + 3x = നമുക്ക് പറയാൻ പറ്റും 1 + 4x + 9x എന്ന് എഴുതാം. ഓക്കെ, നമ്മൾ ഇക്വേഷനിൽ കുറേ അൺനോൺ വേരിയബിൾസ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെയെങ്കിലും സ്ക്വയർ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ആ ഒരു ഗോൾഡൻ പോയിന്റ് ഉപയോഗിക്കാം. ഈ സാധനത്തിന് റൈറ്റോട്ടേക്ക് കൊണ്ടുവരാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ 4x ഒരു റെസ്റ്റിൽ എഴുതാം, 2 അങ്ങനെ എഴുതാം, 2x ഇങ്ങനെ എഴുതാം, കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഒരു സ്ക്വയറിൻ്റെ രീതിയിലല്ല. അപ്പോൾ 2x സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 4 ആവും, റൈറ്റ്? പ്ലസ് ഇതിന് 3x സ്ക്വയറിന് എഴുതി കൂടെ, കറക്റ്റ് ആണല്ലോ. പ്ലസ് 1ന് എനിക്ക് വേണമെങ്കിൽ ഒരു 1x സ്ക്വയറിന് എഴുതുന്നതിന് തിരക്കടുണ്ടോ? ഇല്ല, 1 എന്ന് പറഞ്ഞാൽ x എന്ന് പറഞ്ഞാൽ 1x എന്ന് പറഞ്ഞാൽ 1 ഇനി എന്താ? പിന്നെ -2 ഇവിടെ ഒരു 6x കൂടിയുള്ള കാര്യം മറക്കരുത്. അപ്പോൾ ഇത് എന്താണ്? -2x ഇൻറ്റു 1x എന്ന് എഴുതിക്കൂടെ? കുഴപ്പമില്ല, എന്തുകൊണ്ട് എഴുതുന്നതിന് ഇനി അർത്ഥം പറഞ്ഞുതരാം. വയ്ക്കോ, -3x ഇൻറ്റു 1x എന്ന് എഴുതുന്നതിന് തിരക്കടുണ്ടോ? ഇല്ല, ബിക്കോസ് 3x എന്നല്ല ഇവിടെ ഉള്ളേ. -6x ഞാൻ 3x ഇൻറ്റു
2 എന്ന് എഴുതുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ലാന്നേ. ബിക്കോസ് 3 × 2 ഹോൾ റേസ് ടു എക്സ് 6 തന്നെയല്ലേ? കറക്റ്റാണ്. അപ്പോൾ ഇത് നോക്കി നോക്ക്. a² + b² + c² മൈനസ് ab മൈനസ് bc മൈനസ് ca, റൈറ്റ്? അത് തന്നെയല്ലേ? കറക്റ്റാണല്ലോ, അത് തന്നെയാണല്ലോ. അത് = എന്താ വരുന്നത്? 0 എന്നാ, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നില്ല, അപ്പോൾ 0 ആയില്ലേ? ശരി, ദാറ്റ് മീൻസ് 2x = നമുക്കറിയാം a = b = c. സോ 3x = 1:x 1 തന്നെ. സോ എക്സിൻ്റെ വാല്യൂ ഏതായിരിക്കും? 0 മാത്രമേ ഒരു പോസിബിൾ റിയൽ നമ്പർ ഉള്ളൂ. അടുത്ത ഇത് നോക്കി, എൻ്റെ മോനെ ഇത്രയും ഇക്വേഷൻ എല്ലാം ഇങ്ങനെ സോൾവ് ചെയ്യുന്നല്ലേ? ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്ക്, അന്നേരം കംപ്ലീറ്റ് ഈസി ആവും. അപ്പോൾ ആഡ് ചെയ്തതിന് എത്ര y² ഉണ്ട്? 1 2 3 4. സോ 4 y² ഉണ്ട്. പ്ലസ് എത്ര u² ഉണ്ട്? 1 2 3 4. ശരി, 4 u². അങ്ങനെ എല്ലാം എത്ര ഒന്ന് എണ്ണി നോക്കിക്കോ, എന്നിട്ട് ചെയ്ത് നോക്കാൻ. ഒന്ന് ആഡ് ചെയ്തതിന് എന്താ കിട്ടാൻ നോക്കും. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഞാനിതാ. ഓക്കെ, ശരി. ആഡ് ചെയ്തപ്പോൾ ഈ സാധനം കിട്ടി. ഇപ്പോൾ ഞാൻ എടുത്ത് എഴുതുന്ന സമയം പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുപോലെ കുറേ വേരിയബിൾസ് ഉണ്ടെങ്കിൽ ഐദർ നമുക്ക് സ്ക്വയർ കംപ്ലീഷൻ സ്ക്വയർസ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ മറ്റേ a² + b² എന്നിട്ട് ആ ഒരു ഇക്വേഷൻ, ആ ഒരു ഗോൾഡൻ പോയിന്റ് ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ സ്ക്വയർ കംപ്ലീഷനെ ബെറ്റർ തോന്നും, കാരണം ഇവിടെ 2x² കാണുന്നുണ്ട്, ഇവിടെ 2 × 2x ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു +1 കൂടി കൊടുത്തു കഴിഞ്ഞാൽ 2x + 1² എന്ന രീതിയിൽ എഴുതാൻ പറ്റും. സോ ഇറ്റ്സ് ബെറ്റർ. ഇവിടെ നമ്മൾ സ്ക്വയർ കംപ്ലീഷനാണ് കറക്റ്റായിട്ട് വരുന്നത്. ഈ 4x² കണ്ടല്ലോ മോള് കാണുന്ന, അതിനെന്ത് 4x² ഞാൻ എന്ത് ചെയ്യാം? ഒരു കാര്യമായിട്ടും 2x² മൈനസ് ഈ സാധനത്തിന് 2 × 2x എന്ന് എഴുതാം. ശരി, ഒരു 2 × 2x ആയി × 1, അതാണ് നമ്മുടെ b. അപ്പോൾ ഒരു +1 വേണം, -1 വേണം, റൈറ്റ്? ഓക്കെ, പ്ലസ് സിമിലർലി ബാക്കിയുള്ളത് എല്ലാത്തിനും 4y² ഞാൻ 2y² എന്ന് എഴുതാമെന്ന് കുഴപ്പമില്ല. മൈനസ് ഇവിടെ 2 × 2y × 1 +1 -1, ബിക്കോസ് -1 എഴുതിയില്ലെങ്കിൽ പിന്നെ ഇക്വേഷൻ തെറ്റിപ്പോയില്ലേ, റൈറ്റ്? ഞാൻ അടുത്തതിലാണെങ്കിലും സിമിലർ ചെയ്യാം. 2 × y, സോറി y ആണോ? അതായിരുന്നു u. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ സ്ക്വയർ ചെയ്യാം, ഇവിടെ സ്ക്വയർ കംപ്ലീഷൻ കിട്ടും, എല്ലാം 0 ആണ്. അപ്പോൾ എന്ത് സിമ്പിൾ, ഇനി എല്ലാം വളരെ സിമ്പിളായിട്ട് ഇക്വേറ്റ് ചെയ്യാം. വളരെ ബേസിക് ഇതാണ് അതിൻ്റെ ഞാൻ മെത്തേഡ് പറഞ്ഞതല്ലേ. ഇനി നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ് ഇപ്പം മനസ്സിലാക്കാൻ കാര്യം അപ്രോച്ച് എന്താണ്? പല വേരിയബിൾസ് ഇതേപോലെ തന്നിട്ടുണ്ടെങ്കിൽ ഐദർ നമ്മളൊന്ന് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ സബ്ട്രാക്ട്. എന്നാൽ നമുക്ക് പല വേരിയബിൾസ് ഒറ്റൊരു വേരിയബിൾസ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ കിട്ടും, കുറേ വേരിയബിൾസുള്ള ഒരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ നമുക്ക് ഇനി അതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് എങ്ങനെ തീരുമാനിക്കാം? ഐദർ ഞാൻ പറഞ്ഞ ഗോൾഡൻ പോയിന്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്ക്വയർ കംപ്ലീഷൻ ശ്രദ്ധിക്കാം. അപ്പോൾ രണ്ടും ഒന്ന് ചിന്തിച്ച് നോക്കണം, അല്ലെങ്കിൽ കിട്ടൂല. അപ്പോൾ എനിക്ക് ഈ ക്വസ്റ്റ്യൻ കുറേ വേരിയബിൾസ്, ഐദർ സ്ക്വയർ കംപ്ലീഷൻ ഓർ ഗോൾഡൻ പോയിന്റ്. ഇപ്പോൾ ഇവിടെ എന്താണ് ബെറ്റർ? a² ഉണ്ട്. ഓക്കെ, a² ഉണ്ട്, എന്താണ് × 2 × a × 1. ഓക്കെ, അപ്പം സ്ക്വയർ കംപ്ലീഷൻ ബെറ്റർ മനസ്സിലായി, കാരണം a² + 2 × a × 1. ഓക്കെ, ഒരു പ്ലസ് വേണം, ഒരു മൈനസ് വേണം, റൈറ്റ്? അപ്പോൾ തന്നെ എഴുതിക്കളയല്ലേ, a + 1² -1 പ്ലസ് 3b² പ്ലസ് 2 × 3b × ഇപ്പം 6b ആയി. 6b ഓൾറെഡി ഈ സാധനം ഉണ്ട്, റൈറ്റ്? × 1 ഇനി ബാക്കിയുള്ളൂ. അപ്പം +1 -1 പ്ലസ് അടുത്തെന്താണ് 5c² പ്ലസ് 2 × ab, ദാറ്റ് മീൻസ് 5c. ഇപ്പോൾ 10c ആയിട്ടുണ്ടോ? ഒരു മിനിറ്റ്, 10cയുടെ ആവശ്യമുണ്ട്. 10c ഇവിടെ ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, ഇവിടെ 10c, ഇവിടെ നെഗറ്റീവാണ് വരുന്നത്, ബിക്കോസ് -10c ആണ് ഉള്ളത്. ശരി, ആയിക്കോട്ടെ. അപ്പോൾ -10c 2 × 1. ഇവിടെ +1 വേണം, -1 വേണം, റൈറ്റ്? ബാക്കി +20 ഉണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? a + 1² -3 ഇവിടെ എഴുതി വെക്കാം അല്ലേ? പ്ലസ് 3b + 1² പ്ലസ് 5c - 1² -3 + 20 = 0 എന്ന് എഴുതാൻ പറ്റുന്നതിന് കുഴപ്പമില്ല, റൈറ്റ്? സോറി, ഇവിടെ 0 ഒന്നും ഇല്ല കേട്ടോ, അത് ഈ എന്നല്ല പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞാൻ 0 ഒന്നും അറിയില്ല, നമ്മൾ ഈ എന്നൊരു എക്സ്പ്രഷൻ, റൈറ്റ്? ഇതിൻ്റെ എല്ലാം വാല്യൂസ് ഡെഫിനറ്റ്ലി 0 മുതൽ അങ്ങോട്ടേക്കാവും. ഇതിൻ്റെ വാല്യൂസ് > 0 ആണ്, ഇതിൻ്റെ വാല്യൂസ് > 0 ആണ്, = 0 ആണ്, ബിക്കോസ് ഇറ്റ്സ് സ്ക്വയർ. പിന്നെ ബാക്കിയുള്ളത് ആകെ 17 കൂടിയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ എല്ലാം മിനിമം വാല്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 0 ആണല്ലോ, പിന്നെയുള്ള ആകെ 17. സോ ഈ കംപ്ലീറ്റ് ടേമിൻ്റെ മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 17 ആണ്. ഇനി അടുത്ത ഈ ടേമിൻ്റെ എല്ലാ പോസിറ്റീവ് x നമ്പേഴ്സിനും ഈ ടേമിൻ്റെ ഏറ്റവും മിനിമം വാല്യൂ ആണ് ചോദിക്കുന്നത്.
ഇവിടെ കുറേ എക്സ് പ്ലസ് എക്സ് ആ രീതിയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയുക വെച്ചാൽ ആദ്യം എക്സ് പ്ലസ് 1/x ഞാൻ വിളിക്കുകയാണ്, ടി എന്ന് വിളിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ളിൽ നോക്കുക ക്യൂബ് കാണുന്നുണ്ട്, റേസ് ടു 6 കാണുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക, ആദ്യം ഈ കംപ്ലീറ്റ് ടേമിനെ ഒന്ന് ക്യൂബ് ചെയ്യുക. അപ്പം എക്സ് പ്ലസ് 1/x ഹോൾ ക്യൂബ് എന്ന് വെച്ചാൽ എക്സ് ക്യൂബ് പ്ലസ് 1/x ഹോൾ ക്യൂബ് പ്ലസ് 3 ടൈംസ് എക്സ് സ്ക്വയർ 1/x പ്ലസ് 3 ടൈംസ് എക്സ് ഇൻറ്റു 1/x സ്ക്വയർ ഓക്കെ ഇസ് ഈക്വൽ ടു ടി ക്യൂബ് റൈറ്റ്. എന്നിട്ട് ഈ പറഞ്ഞ ടേമിൻ്റെ വാല്യൂ ഇങ്ങനെ ഒന്ന് കണ്ടെത്താൻ നോക്കാം ഇവിടെ നിന്ന് തന്നെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടേമിൻ്റെ വാല്യൂ ഞാൻ എങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട്, ഇവിടെ നിന്ന് സോൾവ് ചെയ്തിട്ട്. ഓക്കെ, ഇനി ഇത് മാത്രം പോരാ, ഇതിനൊന്നും കൂടി ഇനി നമുക്ക് ഇതാ x⁻6 എന്നുള്ള ആ ടേമും കൂടി വേണം അല്ലേ. അപ്പോൾ നമുക്ക് x⁻6 അപ്പോൾ ഇതിനൊന്നും കൂടി ഒന്ന് ഞാൻ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, അന്നേരം അറ്റ്ലീസ്റ്റ് x⁻6 പ്ലസ് 1/x⁻6 കൂടി കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ സ്ക്വയർ ചെയ്യണം അതിനെ കംപ്ലീറ്റ് ലെഫ്റ്റും റൈറ്റ് ഹാൻഡ് സൈഡും. അപ്പോൾ സ്ക്വയർ ചെയ്തിട്ട് ഇനി x⁻6 പ്ലസ് 1/x⁻6ൻ്റെ വാല്യൂ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാൻ എടുക്കും. ഈ സാധനം നമ്മൾ ഓൾറെഡി ടി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം അവിടെ വരുന്ന സാധനങ്ങളെല്ലാം അപ്പോൾ നമ്മൾ 2t² എന്ന രീതിയിൽ എഴുതണം. അപ്പോൾ നമുക്ക് ഇനി ഇത് കിട്ടി, ഈ ടേം കിട്ടി, ഈ ടേം കിട്ടി. ഇനി എന്ത് ചെയ്യുക, അവിടെ നമുക്ക് ഇനി ഇക്വേഷൻ അങ്ങ് ഇട്ട് കൊടുക്കാം റൈറ്റ്. സോ ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. സാർ ഇതാ ഇവിടെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആ ടേം ഈ ടേം കിട്ടി. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഇത് കട്ടായി പോകുന്നുണ്ട്. അപ്പോൾ ബാക്കി വരുന്ന സാധനങ്ങൾ ഈ സാധനങ്ങളാണ്, -4 ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്യും, ഫാക്ടറൈസ് ചെയ്യാം. ഓക്കെ, ഇവിടെ നിന്ന് ഈ 2 കട്ടായിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഉള്ളതാകെ ഇവിടെ 6t⁻4 - 9t² കൂടിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് പരമാവധി കോമൺ എടുക്കാൻ പറ്റുക, 3t² തന്നെ കോമൺ എടുക്കുക. അപ്പോൾ എന്ത് കിട്ടും, ഇവിടെ 2 പിന്നെ t² കിട്ടും, മൈനസ് ഒരു 3 കിട്ടും മാത്രം റൈറ്റ്. ആ ഡിയിൽ ഇതേ സാധനം 2t² - 3 ഉണ്ട്. അപ്പോൾ അത് 2 3 എന്തായാലും കട്ടായി പോകും. പിന്നെ ബാക്കി വരുന്നത് 3t²/t ആണ് വരുന്നത്. അവിടുന്ന് ഒരു ടീം കട്ടാവും. അപ്പോൾ ബാക്കിയുള്ളത് ആകെ 3 × t ആണ്. ടിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ x + 1/x ആണ്. x + 1/x ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ അത് 2 ആണ്, ആസ് x ഈസ് പോസിറ്റീവ്. സോ 3 × 2 = 6 ഉത്തരം, ദാറ്റ്സ് ഇറ്റ്. അതിന് ഔട്ട് ഉണ്ടാവും. ഇത് 2t² - 3 ആകുന്ന സമയത്ത് 2t² = 3 ആവാം. ഐ മീൻ ഇത് 0 ആയിക്കൂടെ അല്ല. അപ്പോൾ നമുക്ക് കട്ടാകുന്ന സമയത്ത് t ≠ എന്താണ് √3/2 എന്ന് ആയിക്കൂടെ. അപ്പോൾ ഞാൻ ടീനെ ആരാണ് അസ്യൂം ചെയ്യുന്നത്, x + 1/x ആണ് റൈറ്റ്. അപ്പോൾ √3/2 എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് 2നേക്കാളും ചെറിയ വാല്യൂ ആണല്ലോ. അപ്പോൾ നമുക്കൊരു കാര്യം x + 1/xൻ്റെ മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ആണ്. ഓക്കെ, അപ്പോൾ അതൊരിക്കലും ഒരു √3/2 എന്ന് പറഞ്ഞ വാല്യൂ ആവില്ല. അതുകൊണ്ട് തന്നെ അതൊരിക്കലും 0 ആവാനും പറ്റില്ല. √3/2ലാണ് 0 വന്നത്. അതുകൊണ്ട് തന്നെ ഈ ടീം ഒരിക്കലും 0 ആവില്ല. അതുകൊണ്ട് നമ്മളിതിങ്ങനെ കട്ടാകുമ്പോൾ എക്സ്റ്റേണലായിട്ട് പറയേണ്ട ഒരു ആവശ്യമില്ല. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിലാണെങ്കിൽ ഇതാ ഈ ഒരു പരിപാടി അപ്ലൈ ചെയ്യുക. കുറേ ഉണ്ടെങ്കിൽ സാർ ഈ പറഞ്ഞ മെത്തേഡ് ജസ്റ്റ് ഇത് നോർമൽ ഫാക്ടറൈസേഷൻ, ഇത് സാർ ഇങ്ങനെ ചെയ്ത ഫാക്ടറൈസേഷനേക്കാളും ബെറ്റർ എനിക്ക് ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് ബെറ്റർ. ഇതിപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആയിരിക്കും ഇങ്ങനെ കുറേ ഉണ്ട് എന്ന് വെച്ചോ. ഇത് √6+, ഞാൻ ഈ കംപ്ലീറ്റ് സാധനത്തിന് y എന്ന് വിളിക്കാം കേട്ടോ. √6+, ഞാൻ ഈ റൂട്ടത്തെ 6+ മാത്രം മാറ്റി. അന്നേരം വീണ്ടും ഇൻഫിനിറ്റ് ടൈംസ് ആയതുകൊണ്ട് തന്നെ ഇതും y തന്നെയല്ലേ. നമുക്ക് y = y² എന്ന് വിളിക്കാം. കംപ്ലീറ്റ് സാധനത്തിന് y². ഞാൻ സ്ക്വയർ ചെയ്തു. അപ്പോൾ 6 + y = എന്ത് വിളിക്കാം, y⁴ എന്ന് ചെയ്തൂടെ അല്ലേ. ഒരു ഞാൻ ഇതിനെ y² എന്ന് വിളിച്ചതിനാണ്, ഇതിനെ വെറും y എന്ന് വിളിച്ചാൽ പോരാ. കറക്റ്റ് ആണല്ലോ, ഇതിനെ y എന്ന് വിളിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോഴാണ് ഇവിടെ y² വരുന്നത്. അപ്പോൾ y² - 6 - y = 0. അപ്പോൾ ഫാക്ടറൈസ് ചെയ്ത് y - 3 = y + 2, y = 3 or y = -2. y = -2 ആകാൻ പറ്റത്തില്ല. കാരണം y എന്ന് പറഞ്ഞാൽ എന്താണ്, റൂട്ടിൻ്റെ ഒരു സാധനത്തിൻ്റെ ഉള്ളിലെ വാല്യൂ ആണ് y. അപ്പോൾ റൂട്ടിൻ്റെ വാല്യൂ ഒരിക്കലും നെഗറ്റീവ് ആകാൻ പറ്റില്ല. സോ -2 ആകാൻ പറ്റില്ല. സോ 3 is the only option. യെസ്, ഇതാണ് ബെറ്റർ. സാർ ഈ പറഞ്ഞ ഫാക്ടറൈസേഷൻ പഠിക്കുന്നതിനേക്കാളും ബെറ്റർ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പഠിക്കുന്നത് തന്നെയാണ്. ഇനി നമുക്ക് കുറേ ഇമ്പോർട്ടൻറ്റ് ഓൾജിബ്രിക് ഐഡൻറ്റിറ്റീസ് ഉണ്ട് ഇതിനകത്ത്. ഇത് നമുക്ക് അറിയുന്നതാണ്, പ്രോബ്ലി ഇത് അറിയുന്നതാണ്. a³ + bq + b × a² + b², സോറി a² + b² - ab. അത് നമുക്ക് അറിയുന്നതായിരിക്കും. പ്രോബ്ലി ഇതും ആയിരിക്കും. നമുക്കറിയാത്തത് a + b ഹോൾ ക്യൂബ്, അതും അറിയാം, നമ്മൾ ബൈനോമിയൽ ചേർത്ത് പഠിച്ചത്. a + b ഹോൾ സ്ക്വയറും പ്രോബ്ലി അറിയാൻ പറ്റും. അതായത് 2ab എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിച്ച് നോക്കാം. a + b + c ഹോൾ ക്യൂബ് അതറിയണം. അപ്പോൾ അതാണ് a³ + bq + c³ + 3 × a + b × b + c × c + a. ആ രീതിയിൽ പഠിക്കാം. ഓക്കെ, a³ + bq + ഇത് ഭയങ്കര ഗോൾഡൻ പോയിന്റ്. നമ്മൾ ഗോൾഡൻ പോയിന്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതും കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. a³ + bq + c³ -3abc = a + b + c ഇൻറ്റു നമ്മൾ ഗോൾഡൻ പോയിന്റ് സാധനം a² + b² + c² - ab - ba - ac റൈറ്റ്. ആ രീതിയിൽ. അപ്പം ഈ ഒരു ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഒന്ന് കൂടുതൽ ഫോക്കസ് ചെയ്യുക ഈ ഇക്വേഷൻ.
അപ്പോൾ ഇത് ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം 3 ടേംസിൻ്റെ സ്ക്വയർ ആണെങ്കിൽ 2ab ഓരോ എല്ലാ കോമ്പിനേഷൻ എല്ലാത്തിൻ്റെ പ്രോഡക്റ്റിന് കോമ്പിനേഷൻ ആഡ് ചെയ്യും 2ab + 2ab പ്ലസ് അതിൻ്റെ മുമ്പ് a² + b² + c². 4 കോമ്പിനേഷൻ ആണെങ്കിൽ a² + b² + c² + d² + 2ab പ്ലസ് 2 കോമൺ എടുക്കാം എന്നിട്ടോ ab + bc + cd + ac + ad + bd. ഓക്കെ, ആ ഒരു കോമ്പിനേഷൻസ് അങ്ങനെ. അപ്പോൾ കുറേ ടേംസ് ഉണ്ട്. ഇത് സെയിം ഈ ഒരു പാറ്റേണിൽ തന്നെ ഫോളോ ചെയ്യാൻ പറ്റും. കുറേ ടേംസിൻ്റെ സ്ക്വയർ കുറേ ടേംസ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയർ ആണെങ്കിൽ ഇനി നമ്മൾ ആ ഒരു ഗോൾഡൻ പോയിന്റ് ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ ഗോൾഡൻ പോയിന്റ് a³ + b³ + c³ -3abc = എന്തിനാ a + b + c എന്നിട്ട് നമ്മളെ മറ്റേ ഗോൾഡൻ പോയിന്റ്, റൈറ്റ്? അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചങ്ങായി അഥവാ 0 ആവുന്നുണ്ടെങ്കിൽ ഈ ചങ്ങായി 0 ആവണം അല്ലെങ്കിൽ ഈ ചങ്ങായി 0 ആവണം. അപ്പോൾ ഈ ചങ്ങായി 0 ആവുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും a + b + c 0 ആവണം എന്നുള്ള കാര്യം പറയാൻ പറ്റും. അപ്പം ദിസ് ഗൈ 0 ആവണമെങ്കിൽ ഇത് 0 ആവണം ഐദർ ഓർ ഇയാൾ 0 ആയിക്കൂടെ. ഇയാൾ 0 ആവുന്ന കേസ് എന്തായിരുന്നു? a = b = c ആണല്ലോ. ഓഹോ, കൊള്ളാലോ. അപ്പോൾ നമ്മൾ ഇനിയില്ലേ ക്വസ്റ്റ്യൻസിൽ റിവേഴ്സ് ഓർഡറിൽ ചിന്തിക്കണം. a + b + c = 0 അല്ലെങ്കിൽ a = b = c എന്ന രീതിയിൽ ഇക്വേഷനിൽ വരുന്നുണ്ടെങ്കിൽ, അത് മാത്രമല്ല ഈ പറഞ്ഞ ഈ രീതിയിൽ a³ + 3abc എന്ന ഫോർമാറ്റിലാണെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്നാലും നമുക്ക് പറയാൻ പറ്റും a³ + b³ + c³ = 3abc ബിക്കോസ് ഇവിടെ 0 എന്നിട്ട് 3abc റൈറ്റോട്ടേക്ക് അത്രേ ഉള്ളൂ. നമുക്ക് a + b + c വന്നിട്ടുണ്ട്, ab + ca. ഓക്കെ, ഇതിൻ്റെ വാല്യൂസ് വന്നിട്ടുണ്ട്. അപ്പം കുറച്ച് a b c വാല്യൂസ് വന്നിട്ടുണ്ട്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് a⁴ പ്ലസ്. ഓക്കെ, കൊള്ളാമല്ലോ. അപ്രോച്ച് എന്ന് പറഞ്ഞാൽ a² + b² + c². അതിൻ്റെ ⁻² ചെയ്ത് കഴിഞ്ഞാലാണ് a⁴ എത്തുള്ളൂ, റൈറ്റ്? അപ്പോൾ അതെന്താണ് കിട്ടാൻ? a⁴ + b⁴ + c⁴ പ്ലസ് ഇതിന് നമുക്ക് എന്ത് വിളിക്കാം? +2 ടൈംസ് a² b² പ്ലസ് b² c² പ്ലസ് c² a², റൈറ്റ്? അപ്പം ഇതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടെത്തണം. ഇതിൻ്റെ വാല്യൂ നമുക്കറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അപ്പം എങ്ങനെ കണ്ടെത്തും? ആദ്യം ഈ പറഞ്ഞ ടേമിനെ ഒന്ന് സ്ക്വയർ ചെയ്ത് നോക്കാം. നമുക്ക് തന്ന ഇൻഫോർമേഷൻസ് ഒന്ന് സ്ക്വയർ ചെയ്യാമല്ലോ. ഇനിയിപ്പോൾ എന്താ ഇപ്പം സ്ക്വയർ ചെയ്യണമെങ്കിൽ കംപ്ലീറ്റ് സ്ക്വയർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ a² + b² + c² പ്ലസ് 2 കോമൺ ab + bc + ca = 1, റൈറ്റ്? അപ്പോൾ a² + b² + c² ആണെങ്കിൽ ശരി. ഈ ab + bc അതിൻ്റെ വാല്യൂ നമുക്കറിയാം 2 ആണ്. ഓക്കെ, അപ്പോൾ 4. അപ്പം a² + b² + c². ഈ ടേമിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 - 4 ദാറ്റ് ഈസ് -3. ഓക്കെ, ഇത്രയും പോസിറ്റീവ് സ്ക്വയർസ് -3 കിട്ടുന്നത്. അപ്പോൾ ഡൗട്ട് ഉണ്ടാവും അല്ലേ? അപ്പോൾ അതെന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സിൽ മാത്രമേ സ്ക്വയർസിൻ്റെ അഡീഷൻ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് കിട്ടാണ്ട് നിൽക്കുള്ളൂ. പക്ഷേ ഇവിടെ റിയൽ നമ്പർ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, എവിടെയും കാണുന്നുണ്ടോ? ഇല്ല. മേ ബി ഇത് കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. ഇത്ര തന്നെ. അതാണ് ജെഇ ലെവൽ. ഓക്കെ, അവർക്ക് എങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാൻ പറ്റും. ശരി, അപ്പോൾ നമുക്ക് ഈ സാധനത്തിൻ്റെ വാല്യൂ കിട്ടി. ഓക്കെ, അത് മാത്രം കിട്ടിയാൽ പോരാ. ഇതിൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ ഇതിൻ്റെ വാല്യൂ കിട്ടി. ഗുഡ്. ഇനി ഇതിൻ്റെ വാല്യൂ കിട്ടണം. അപ്പോൾ അതിനുള്ള വേറെ ഇൻഫോർമേഷൻ തന്നിട്ട് അതിനൊന്ന് സ്ക്വയർ ചെയ്തതിനെ മേ ബി ഇതുപോലത്തെ സാധനം കിട്ടിയാലോ നമുക്ക് നോക്കാം, ട്രൈ നോക്കാം. സ്ക്വയർ ചെയ്തപ്പോൾ എന്ത് കിട്ടി? ab² + bc ഹോൾ സ്ക്വയർ ആയിട്ട് ചെയ്തത് ഞാൻ ഇവിടെ സ്ക്വയർ. അപ്പോൾ ഇവിടെ റൈറ്റിൽ 4 ആവണം. പ്ലസ് ca² പ്ലസ് ab c പ്ലസ് a² cb പ്ലസ് c² ab. ഓക്കെ, ഒരു 2 ഉണ്ട് കേട്ടോ, മറന്നുപോയി. ഇവിടെ നിന്ന് കോമൺ എടുക്കാം. നമുക്ക് എല്ലാത്തിലും കോമൺ ആയിട്ടുള്ളത് ABC എന്ന് പറയുന്ന സാധനം കോമൺ ആണ് എല്ലാത്തിലും, റൈറ്റ്? സോ ABC കോമൺ എടുത്തു കഴിഞ്ഞാൽ a + b + c മാത്രം ഉള്ളിലുണ്ട്. ഇവിടെ a പ്ലസ് ഇവിടെ b ഇവിടെ c ഉണ്ടാവും. ABC കോമൺ എടുത്തു കഴിഞ്ഞാൽ ABCയുടെ വാല്യൂ നമുക്കറിയാം 3 ആണ്. സോ ab² ഇതിൻ്റെ വാല്യൂ കണ്ടെത്താൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ടോട്ടലായിട്ട് 4 ആണ്. ഈ പറഞ്ഞ വാല്യൂ നമുക്ക് കണ്ടെത്തണം. അതിനെ തൽക്കാലം x എന്ന് വിളിക്കുകയാണ്. ഈ 3 ടൈമിൻ്റെ വാല്യൂ പ്ലസ് 2 × ABC അത് എത്രയാണ്? അത് 3 ആണ്. സോ 6 × a + b + c അത് എത്ര? 2 ആണ്. 6 × 2 12 ആണ്. ശരി, സോ എനിക്ക് പറയാം x + 12 എത്രയാണ്? 4. സോ x = 4 - 12 -8 ആണ് കിട്ടുന്നത്. അത് തന്നെയാണോ? നോക്കട്ടെ. എനിവേസ് അത് നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ കിട്ടേണ്ട മെത്തേഡ് മനസ്സിലായി. ഇതിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതാ കംപ്ലീറ്റ് ഇതിൻ്റെ വാല്യൂ അറിയാം, ഇതിൻ്റെ വാല്യൂ അറിയാം. ഇനി ഇതിൻ്റെ വാല്യൂ കണ്ടെത്താൻ മെനക്കെട് സിമ്പിൾ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തതിനാൽ സബ്സ്റ്റിറ്റ്യൂഷൻ, ദാറ്റ്സ് ഇറ്റ്, ബേസിക്. ഓക്കെ, ഇത് നോക്കുക. a + b ഹോൾ ക്യൂബിൻ്റെ വാല്യൂ. ഇതിങ്ങനെ ഈ ക്വസ്റ്റ്യൻ അല്ലേ? നമ്മൾ വിചാരിക്കും ശരി, ഇപ്പം ഞാൻ ഇതിനെ കംപ്ലീറ്റ് ക്യൂബ് എടുക്കാം, അപ്പം അത് കിട്ടും. പക്ഷേ അന്നേരം
ക്യൂബ് എടുക്കുന്ന സമയത്ത് എന്താ വരിക 3a+b+c അത് നമുക്കൊരു എത്തും പിടിയും കിട്ടൂല. ക്യൂബ് എടുത്ത് നോക്കാം അങ്ങനെ തിരിയും. അപ്പോൾ ഈ ഒരു ക്യൂബ് റൂട്ട് എന്നൊരു പ്രോബ്ലം ആണ്. അതിന് നമുക്ക് എ എന്ന് വിളിക്കാം, അതിന് ബി എന്ന് വിളിക്കാം, ഒരു സി എന്ന് വിളിക്കാം. അപ്പം ക്യൂബ് റൂട്ടിന് ഒഴിവാക്കി കിട്ടി. ശരി, ഇനി എന്താണ് ഇവിടെ a+b+c 0 ആണെന്ന് തന്നിട്ടുണ്ട്. ബിക്കോസ് ഇയാളാണ് എ, ഇയാളാണ് ബി, ഇയാളാണ് സി. ഓക്കെ, 0 ആണ്. ശരി, a+b+c 0 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും a³ + b³ + c³ = 3abc. ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ച ഗോൾഡൻ പോയിന്റ് അത് ഉപയോഗിച്ചൂടെ, 3abc, റൈറ്റ്? ഓക്കെ, അങ്ങനെ എഴുതിക്കൂടെ? ഓക്കെ, എ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി ഈ സാധനമാണ്, അതിൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എ ആണ്. സോ a+b+c = 3. എ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പം ഇവിടെ എന്താണ് എൻ്റെ ക്യൂബ് റൂട്ട്, മറ്റേ ക്യൂബ് റൂട്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ക്യൂബ് എടുത്ത് അതിൻ്റെ വിലയാണ് എടുത്താൽ പറയുന്നത്. അപ്പോൾ ക്യൂബ് റൂട്ട്സ് ഒക്കെ ക്യാൻസൽ. അപ്പോൾ ഇവിടെ 9 അല്ല, ഇവിടെ 27 ആവും, ഇവിടെ 27 ആവും. സോ 27abc, അത്രയേ ഉള്ളൂ. ഈ മെത്തേഡ് ഞാൻ ഡയറക്റ്റ് പറഞ്ഞല്ലോ. ഓക്കെ, ഈ ക്വസ്റ്റ്യനില്ല, കംപ്ലീറ്റ് ഒബ്സർവേഷനാണ്. നമ്മൾ വിചാരിക്കും ഓക്കെ a² - b², ഒരു അമച്വർ എങ്ങനെ ചിന്തിക്കാൻ. ഓക്കെ a - b a+b അങ്ങനെ ക്യൂബ് ഉണ്ടാവും, ഇവിടെ ക്യൂബ് ഉണ്ടാവും, ഇവിടെ ക്യൂബ് ഉണ്ടാവും. ആ ക്യൂബ്സ് എല്ലാം വലിയൊരു ക്യൂബാക്കും, എല്ലാം കൂടി കൂട്ടി വലിയ പ്രശ്നമായി. പക്ഷേ ഒന്നുകൂടി കുറച്ചുകൂടി ഒരു ഡിഫറെൻറ്റ് വേയിൽ അപ്രോച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ a² + b² ക്യൂബില്ല വിചാരിച്ചോ കേട്ടോ, ക്യൂബ് ഒന്നിനും ക്യൂബില്ല. അപ്പോൾ ആഡ് ചെയ്തുമ്പോൾ ഇത് b² കട്ടായി, c² കട്ടായി, a² കട്ടായി, അപ്പോൾ ടോട്ടൽ 0 വന്നിട്ടുണ്ട്. ഓഹോ, കൊള്ളാമല്ലോ. അപ്പോൾ തൽക്കാലം ഞാൻ ഇവനെ ഞാൻ എ എന്ന് വിളിക്കുകയാണ്, ഇവനെ ഞാൻ ബി എന്ന് വിളിക്കുകയാണ്, ഇവനെ ഞാൻ സി എന്ന് വിളിക്കുകയാണ്. ക്യൂബ് ഇല്ലാത്ത ഇവനാണ് കേട്ടോ, ഉള്ളിൽ ക്യൂബിനെ കൂട്ടുന്നില്ല കേട്ടോ. ഇതിപ്പോൾ a³ + b³ + c³ എന്ന രീതിയിലാണ് ഉള്ളത്. ശരി, അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് a+b+c = 0 ആണ്. സ്വാഭാവികമായിട്ടും നമുക്ക് നോക്കി a² + b - b² + b² - c² + c² + c² - a² ആഡ് ചെയ്താൽ 0 ആയി പോകും. അപ്പോൾ a+b+c 0 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും a³ + b³ + c³ എന്ന് പറഞ്ഞാൽ എന്താ 3abc അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, മുകളിലത്തെ കംപ്ലീറ്റ് സാധനത്തിൽ 3a എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു a² - b² ആണല്ലോ, b² - c² a². ഓക്കെ, ഇപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷനായി. ഇനിയിപ്പോൾ താഴെ അധികം മൾട്ടിപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്താൽ കട്ട് ചെയ്യാൻ സുഖമായി, എളുപ്പമായി. ഇനി താഴെയൊന്ന് ചിന്തിച്ച് നോക്ക്, താഴെയും സിമിലർ ആയിട്ട് തന്നെ വരുന്നുണ്ട്. ക്യൂബില്ലാണ്ട് എല്ലാത്തിനും ഞാൻ ക്യൂബില്ലാന്ന് വിചാരിച്ചോട്ടെ, ക്യൂബ് മറന്നുപോയി. ശരി, മറന്നു പോയിക്കുക. ഇത് ആഡ് ചെയ്ത് ഇയാളെ ഞാൻ എ എന്നൊന്നുകൂടി വിളിക്കുകയാണ്, ഇയാളെ ബി എന്ന് വിളിക്കുകയാണ്, ഇയാളെ സി എന്ന് വിളിക്കുകയാണ്. ക്യൂബ് ഇല്ലാത്തവനാണ് കേട്ടോ. അപ്പോൾ a+b+, വീണ്ടും അത് 0 വന്നിട്ടുണ്ട്. a+b, ഇയാളെ എ. സോ a+b+c = 0. ദാറ്റ് മീൻസ് എന്തായിരുന്നു പറയാം, ടെക്നിക് a+b+c = 0. ദാറ്റ് മീൻസ് a³ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇയാളെ a³ + b³ + c³ 3abc. സോ 3 × a എന്ന് പറഞ്ഞാൽ a - b, b - c, c - a. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് നമ്മൾ നോർമലായിട്ട് a+b × a - b, b + c × a - c അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി വാല്യൂ കിട്ടാവുന്നതേ ഉള്ളൂ. അത് ചെയ്ത് നോക്കാം. ഇനി ഡയറക്റ്റ് ഇനി മെത്തേഡ് അത്രേ ഉള്ളൂ. ഇതൊരു ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ ആണെന്ന് ഞാൻ പറയാൻ പറ്റുള്ളൂ. ഇറ്റ്സ് എ പ്യുവർ ലെവൽ ക്വസ്റ്റ്യൻ എന്ന് പറയണം. ഇതിനും നമ്മൾ പണ്ട് റൂട്ടിന് എന്തിനു പറയാം, നമ്മൾ റൂട്ടിനുള്ള ഡെഫിനറ്റ്ലി സ്ക്വയർ ഉണ്ടാക്കണം, പരിപാടി ചെയ്യണം. പക്ഷെ ഇവിടെ നോക്കി 3 ടേംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്ക്, മേ ബി a+b+c² എന്ന രീതിയിലായിരിക്കും വരാം. 3 ടേംസ് ഒക്കെ കാണുന്നുണ്ട്, അങ്ങനെ ആയിരിക്കും വരാൻ സാധ്യത. എന്നിട്ട് സ്ക്വയറിന് റൂട്ടാവുന്നതായിരിക്കും. മീൻ √² കട്ടായി പോയല്ലോ, ആ പരിപാടി ആയിരിക്കും. ഇനി 21 അങ്ങനെ തന്നെ നിർത്താം. ഇതിനെ ഞാൻ 2 × 2√5 എന്ന് വിളിക്കാം, റൈറ്റ്? ഇതിനെയോ 2 × 2, ദാറ്റ് ഈസ് 4. നോക്കട്ടെ, അല്ല പോട്ടെ, ഒരു കൂടി തന്നെ ചെയ്യാം. 2 × 2 × 2 അത് കുറേ ആയിപ്പോലെ. 2 × 4 × √3 എന്ന് എഴുതാം. മൈനസ് ഇതിന് 2 × 2 4 √15. ഓക്കെ, അങ്ങനെ എഴുതിക്കൂടെ? ഇവിടെ എവിടെയെങ്കിലും ഇങ്ങനെ -ab -ac എന്ന രീതിയിൽ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ പോട്ടെ, എല്ലാത്തിനും 2 ഉണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലം ഒന്ന് 2നെ കോമൺ എടുക്കുന്നതിന് തിരക്കടില്ല അല്ലേ. അപ്പോൾ ഇതിന് 2√5, ഇത് പ്ലസ് ആയതുകൊണ്ട് മൈനസ് കൊടുക്കാം. 2 പാടില്ലല്ലോ, സോറി, 4 മൈനസ് ആട്ടോ, -4√3 മൈനസ് ആയത് കൊണ്ട് പ്ലസ് കൊടുക്കാം 2√15. ഓക്കെ, അപ്പോൾ ഇവിടെ 2 × a b, ഈ √15നെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എഴുതേണ്ടി വരും. കാരണം വെച്ചാൽ ഇവിടെ ഇങ്ങനെ -ab -bc -ca എന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്യണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ തന്നെ
റൂട്ട് 15 എങ്ങനെ എഴുതാം? റൂട്ട് 3 ഇൻറ്റു റൂട്ട് 5 എന്ന് എഴുതാം, റൈറ്റ്. ഇവിടെ ഉണ്ടായ 4 ഞാൻ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 2 റൂട്ട് 3. ഓക്കെ ഓക്കെ. ഈ ചങ്ങായിനെ ഒറ്റൊരുത്തനായിട്ട് വിളിക്കാം. 2നെ ഒറ്റൊരുത്തൻ, റൂട്ട് 5നെ ഒറ്റൊരുത്തൻ. അപ്പോൾ ഇതാ എ, ഇയാൾ ബി, ഇയാൾ വീണ്ടും എ, ഇയാളാരാണ്? വേറെ ഒരുത്തൻ സി. ഇയാളൊരുത്തനാണ് സെയിം 2 റൂട്ട് 3 ആണല്ലേ. അപ്പോൾ ഇയാൾ നമുക്കൊന്ന് വിളിക്കാം, ഇയാളെയും സി. ഇയാളോ റൂട്ട് 5 വേറെ ബി ആയല്ലോ. എ ബി മൈനസ് എ സി പ്ലസ് സി ബി. ഓ, അപ്പോൾ എ ബി മൈനസ് എ സി മൈനസ് സി എ ആ രീതിയിലാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുള്ളത് എ ബി പ്ലസ് ബി സി പ്ലസ് സി എ ആ രീതിയിൽ പ്ലസ് ആണല്ലോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മൈനസ് വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ഒരു കാര്യം കൂടി, മൈനസ് ഒന്ന് എറാഡിക്കേറ്റ് ചെയ്യുക. ഇവിടെയുള്ള മൈനസിനെ ഒന്ന് എറാഡിക്കേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇയാളെ സീന നമുക്ക് എന്ത് ചെയ്യുക? മാറ്റി വിളിക്കുക. സീന മാറ്റി വിളിക്കുക. സീന എന്താ വിളിക്കാം? സി എന്ന് പറഞ്ഞാൽ 2 റൂട്ട് 3 അല്ല, മറിച്ച് മൈനസ് 2 റൂട്ട് 3 ആണ് സി എന്ന് വിളിക്കുക. ഓക്കെ, സി എന്ന് പറഞ്ഞാൽ മൈനസ് 2 റൂട്ട് 3 ആണ്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ ഇവിടെ പ്ലസ് ആയി. ശരി, അപ്പോൾ ഞാൻ നമ്മുടെ സീനൊന്ന് മാറ്റി എഴുതാണ് ഒരു വൃത്തിയിൽ. എന്തായിരുന്നു? മൈനസ് 2 റൂട്ട് 3 ആണ് സി. ഓക്കെ ശരി. അപ്പോൾ ഇനി നോക്കി നോക്ക്, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി. ഇവിടെ 21 ഉണ്ട്. അത് 21 അങ്ങോട്ട് ആവുന്നുണ്ടെങ്കിൽ അപ്പോഴേ നമുക്ക് എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ എന്ന രീതിയിൽ എഴുതാൻ പറ്റും. അപ്പോൾ ഇയാളൊന്ന് 21 ആവുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ 21 ആവുകയാണെന്ന് എ സ്ക്വയർ അത് ഇത്ര 4 പ്ലസ് ബി സ്ക്വയർ അത് 5 പ്ലസ് സി സ്ക്വയർ അതാരാണ്? 4 ഇൻറ്റു 3 12, 12 4 16, 16 5. ഓക്കെ, 21 ആയിട്ടുണ്ട്. ഗുഡ് ഗൈസ്. അപ്പോൾ നമുക്കിവിടെ ഈ 21 എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന രീതിയിൽ എഴുതാം. മൈനസ് എ ബി മൈനസ് എ സി. ഇവിടെ മൈനസിന് ഇനി ആവശ്യമില്ലല്ലോ, എല്ലാത്തിനും കറക്റ്റ് വാല്യൂസ് വേണ്ട രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ എന്ത് ചെയ്യാം? ഇനി കുറച്ചുകൂടി ഒന്ന് മൈനസ് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇത് അപ്രോച്ച് ചെക്ക് ചെയ്ത് നോക്കും. ഞാനിപ്പോൾ അപ്രോച്ച് പറഞ്ഞല്ലോ സ്ക്വയർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇനി ബാക്കി ജസ്റ്റ് ഒന്ന് പറഞ്ഞ് പിടിപ്പിക്കുന്നതിനേക്കാളും നല്ലത് നോക്കി ചെയ്യുന്നതാണ് ബെറ്റർ. ഈ ലോ ഓഫ് എക്സ്പോണൻസ് ആണ്. ലോ ഓഫ് എക്സ്പോണൻസ് എല്ലാവർക്കും അറിയാം. എ റൈസ് ടു 0 എന്താണ്? കുറച്ച് എക്സ്റ്റേണൽ ആയിട്ട് അറിയാത്ത ആൾക്കാർക്ക് എ റൈസ് ടു 0 എങ്ങനെ 1 ആയി ഡൗട്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെയാണ് എ റൈസ് ടു എം ഡിവൈഡ് ബൈ എ റൈസ് ടു എം. ഓക്കെ ശരി. ഇതെന്ന് പറഞ്ഞാൽ എന്താ? എം മൈനസ് എം 0. സോ എ റൈസ് ടു 0 ഇസിക്കൽ ടു 1. രണ്ട് സാധനങ്ങൾ ഒരേതാണെങ്കിൽ നമ്മൾ 1 എന്നല്ല പറയാം. അതുകൊണ്ടാണ് എ റൈസ് ടു 0 1 ആയത്. ഓക്കെ, അതേപോലെ എന്താണ്? എ റൈസ് ടു മൈനസ് എം ഇങ്ങനെ 1 ബൈ എ റൈസ് ടു എം എന്നായിട്ടുണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എ റൈസ് ടു 0 മൈനസ് എം എന്ന് വിളിക്കുന്നതിന് കുഴപ്പമുണ്ട് ഇതിനാ? ഇല്ല. എ റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. ഓക്കെ, അപ്പോൾ എ റൈസ് ടു 0 മൈനസ് 1 എന്നാണ് എ റൈസ് ടു മൈനസ് എമ്മിനെ വിളിച്ചത്. ഇപ്പോൾ എ റൈസ് ടു 0 ബൈ എ റൈസ് ടു എം ഇങ്ങനെയല്ല 0 മൈനസ് എം ആവുക. ഇതെന്ന് പറഞ്ഞാൽ 1 അല്ലേ ഇതിൻ്റെ വാല്യൂ. സോ അത് 1 ബൈ എ റൈസ് ടു എം. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ആയത്. ഇതിന് ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതെല്ലാം ആഡ് ചെയ്ത് ഇതെല്ലാം നമുക്ക് അറിയുന്നതല്ലേ, ഡയറക്റ്റ് അറിയുന്നതാണ്. ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല ലോ ഓഫ് എക്സ്പോണൻസ്. ഇനി ലോ ഓഫ് എക്സ്പോണൻസ് വെച്ചിട്ട് ബേസിക് സവാലുകളാണ്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് സിമ്പിളായിട്ട് ചെയ്യുക, കുറച്ച് നല്ലതാണെങ്കിൽ നമുക്ക് നോക്കാം. ഇനി മാത്തമാറ്റിക്കൽ ജ്ഞാനാണ്. എങ്ങനെയാണ് നമുക്ക് 9ൻ്റെ പവർ ഡിവൈസസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 9 ഡിവിസിബിൾ ആണ്. ഒരു നമ്പർ വന്നിട്ട് അത് 9 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് വെക്കാൻ എങ്ങനെയാണ്? നമ്മൾ ആ നമ്പറത്തെ എല്ലാ ഡിജിറ്റ്സ് ഒന്ന് ആഡ് ചെയ്യും. എന്നിട്ടോ ആ ഒരു ആഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ഉണ്ടല്ലോ അത് 9 കൊണ്ട് ഡിവൈസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെ 9 കൊണ്ട് ഡിവൈസിബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്കിപ്പോൾ തന്നിട്ടുള്ള ഡിജിറ്റ് 9 കൊണ്ട് ഡിവൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിജിറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെയാണ് ചെയ്യാൻ. അപ്പോൾ ഇതെങ്ങനെ ഇതിൻ്റെ പ്രൂഫ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തൽക്കാലം ഞാൻ പറയാണ്, ഇതാ സാർ വന്ന് A1 A2 A3 A4 ആ നമ്പർ ഉണ്ട്. അപ്പോൾ A1 നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇങ്ങനെ ഈ കംപ്ലീറ്റ് നമ്പർ എങ്ങനെ എഴുതാൻ പറ്റും? A1 ഇൻറ്റു 10⁻³ because 1s 10s 100 1000 പൊസിഷനാണല്ലോ. സോ 10⁻³. A2 ഇൻറ്റു 10⁻², 100th പൊസിഷനിൽ പ്ലസ് A3 ഇൻറ്റു 10 ബിക്കോസ് 10th പൊസിഷൻ. A4 ഇൻറ്റു 10⁻0 ദാറ്റ്സ് 1 റൈറ്റ്. അടുത്ത് പിന്നെ എഴുതണ്ടല്ലോ. ശരി, ഇങ്ങനെ എഴുതി കൂടെ എഴുതാം. ഇനി തന്നെയാണ് A1 എങ്ങനെ എഴുതാൻ പോകുന്നത്? 10⁻³ മൈനസ് 1 പ്ലസ് 1 കുഴപ്പമില്ല. A2 10⁻² മൈനസ് 1 പ്ലസ് 1 കുഴപ്പമില്ല. പ്ലസ് A3 10 മൈനസ് 1 പ്ലസ് 1 പ്ലസ് A4 ഒന്നും ചെയ്യാനില്ല. A4 പിന്നെ 10 ഇല്ലല്ലോ. പ്ലസ് വളരെ ഇന്ന് നോക്കിക്കോ. A1 റൈറ്റ് 10⁻³ എന്ന് പറഞ്ഞാൽ 9999 റൈറ്റ്. അതിനകത്തുനിന്ന് 999 ഇതല്ലേ, ഇത് തന്നെയാണ്. ഓക്കെ, പ്ലസ് 1 പ്ലസ് A2 199 പ്ലസ് 1
പ്ലസ് A3 10 വെച്ചാൽ 9 പ്ലസ് 1 ഓക്കെ പ്ലസ് A4 ठीक है ഇതെന്താ ഉള്ളോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം അല്ല എന്ത് ചെയ്യാം അപ്പോൾ ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഈ ടേം കിട്ടിയിട്ടുണ്ട് ശരി അതിനകത്ത് ഞാൻ 9 കോമൺ എടുക്കുന്നതിന് കുഴപ്പമില്ല എല്ലാത്തിനും 9 ഉണ്ട് സോ 11 ഇവിടെ 111 ഇവിടെ 11 ഇവിടെ 1 വന്നിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ വന്നിട്ടുണ്ടല്ലോ ശരി അപ്പോൾ ഈ പറഞ്ഞ ടേംസ് ഡെഫിനറ്റ്ലി എന്താണ് 9 കൊണ്ട് ഡിവിസിബിൾ ആണ് ബിക്കോസ് 9k എന്ന രീതിയിലാണല്ലോ സോ ഇറ്റ്സ് ഡിവിസിബിൾ ബൈ 9 ഇനി ബാക്കിയുള്ള ടേംസ് ആണ് A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് A4 റൈറ്റ് ഇവിടെ എല്ലാത്തിനും A1 A2 A3 A4 എന്ന രീതിയിൽ വരുന്നുണ്ട് അപ്പോൾ ആ ടേംസ് നമുക്ക് ഈ കംപ്ലീറ്റ് ടേംസ് 9 ഡിവിസിബിൾ ആണെങ്കിൽ ഈ ടേംസും 9ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആവണം അന്നേരം 9 കംപ്ലീറ്റ് ആയിട്ട് ഈ ഫുൾ ടേംസ് കോമൺ എടുക്കുക അന്നേരം നമുക്ക് പറയാൻ പറ്റും കംപ്ലീറ്റ് ഇക്വേഷൻ അല്ലെങ്കിൽ പറഞ്ഞ വാല്യൂ 9k എന്ന രീതിയിൽ അന്നേരം നമുക്ക് 9 ഡിവിസിബിൾ എന്ന് പറയാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് 9 ഡിവിസിബിൾ ആണെന്ന് ഓൾറെഡി അറിയാം അക്കോർഡിംഗ് ടു മാത്തമാറ്റിക്സ് ഇനി ഈ കംപ്ലീറ്റ് ടേം ഈ പറഞ്ഞ A1 A2 A3 A4 എന്ന് പറയുന്ന ഈ ഒരു നമ്പർ കംപ്ലീറ്റ് ആയി ഡിവിസിബിൾ ആവണമെങ്കിൽ ഈ പറഞ്ഞ സാധനം കൂടി 9 ഡിവിസിബിൾ ആവണം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഡിജിറ്റ്സ് ആഡ് ചെയ്ത് കിട്ടുന്ന ആ നമ്പർ 9 ഡിവിസിബിൾ ആവണമെന്ന് പറയുന്നത് സോ ഇറ്റ്സ് പ്രൂവ്ഡ് ആക്ച്വലി 9 എങ്ങനെയാണ് ഡിവിസിബിൾ ആവണമെന്ന് പറയുന്നത് അതേപോലെ തന്നെ 3 സിമിലർ ഈ രീതിയിൽ തന്നെ ഒന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും ബിക്കോസ് 9 ഡിവിസിബിൾ ആണ് 3 ഡിവിസിബിൾ ആയിരിക്കില്ല 3 × 3 9 അല്ലേ അതുകൊണ്ട്